വയനാട് കേണിച്ചിറയെ ഭീതിയിലാഴ്ത്തിയ കടുവയെ കൂട്ടിലാക്കി വനം വകുപ്പ്. കുടുങ്ങിയത് പശുവിനെ പിടിച്ച സാബുവിന്റെ വീടിന് സമീപത്തുള്ള കൂട്ടിൽ. കടുവയുടെ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം മാത്രം ചത്തത് 3 പശുക്കൾ. മലപ്പുറം പള്ളിക്കലിൽ 60-ലധികം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ. ശനിയാഴ്ച ഉച്ചയ്ക്ക് സ്കൂളിൽ വിളമ്പിയ കറിയിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധയെന്ന് സൂചന. സംഭവം കോഴിപ്പുറം AMLP സ്കൂളിൽ. +1 സീറ്റ് പ്രതിസന്ധിയിൽ സർക്കാരിന് മേൽ സമ്മർദ്ദമേറുന്നു. SFIയും സമരമുഖത്തേക്ക്. മലപ്പുറം കളക്ടറേറ്റിലേക്ക് ഇന്ന് മാർച്ച് നടത്തും. വിഷയത്തിൽ പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം ഇന്നും തുടരും. വിദ്യാർത്ഥി സംഘടനകളുമായുള്ള സർക്കാർ ചർച്ച നാളെ. പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ പാർലമെന്റ് സമ്മേളനം ഇന്ന് ആരംഭിക്കും. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നാളെ വരെ തുടരും. കേരളത്തിൽ നിന്നുള്ള MP-മാരുടെ സത്യപ്രതിജ്ഞ വൈകിട്ട് 4-ന്. ബുധനാഴ്ച സ്പീക്കർ തെരഞ്ഞെടുപ്പും നടക്കും. ബജറ്റിലെ ധനാഭ്യർത്ഥനയിന്മേലുള്ള ചർച്ച ഇന്നും നിയമസഭയിൽ തുടരും. മുതലപ്പൊഴിയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നത് പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും. സംസ്ഥാനത്തിന്റെ പേര് ഭരണഘടനയിൽ കേരളമെന്നാക്കി മാറ്റുന്നതിന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കും. അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിച്ചേക്കും. ജാമ്യം സ്റ്റേ ചെയ്ത ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്താണ് ഹർജി. വിചാരണ കോടതി ജാമ്യം അനുവദിച്ചിട്ടും അത് തടഞ്ഞ ഹൈക്കോടതി വിധി റദ്ദാക്കണമെന്നാവശ്യം. റഷ്യയിൽ വീണ്ടും വെടിവയ്പ്. 9 പേർ കൊല്ലപ്പെട്ടു. ആക്രമണം നോർത്ത് കോക്കാസസിലെ സിനഗോഗിനും പെന്തക്കോസ്റ്റ് പള്ളിക്കും നേരെ. പോലീസിന് നേരെയും ആക്രമണം. അക്രമി സംഘത്തിലെ 4 പേരെ വധിച്ച സേന. കാൽപന്തിന്റെ മിശിഹായ്ക്ക് ഇന്ന് പിറന്നാൾ. 37ന്റെ നിറവിൽ ലിയോണൽ മെസ്സി. ആഘോഷത്തിൽ ആരാധകർ. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട്. 11 ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകി. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലും രൂക്ഷ വിമർശനം. മൈക്കിനോട് പോലും അരിശം കാണിക്കുന്ന മുഖ്യമന്ത്രിയെ ജനം നിരാകരിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചു. മുഖ്യമന്ത്രിയുടെ പെരുമാറ്റ രീതി കമ്മ്യൂണിസ്റ്റുകാരന് ചേർന്നതല്ലെന്നും ജില്ലാ കമ്മിറ്റിയിൽ.